ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വെഡിങ് വിത്ത് വിഷ്ണുവിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എപ്പോഴും വരുന്ന പോലെ തന്നെ എൻ്റെ വീടിന് അടുത്തുള്ളൊരു സ്ഥലത്ത് വെഡിങ്ങിന് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഒരു പാരക്കേറ്റ് കറങ്ങി കേട്ടോന്ന് എനിക്കറിയത്തില്ല. അതുപോലെ തന്നെ ഇവിടെ കുറേ പക്ഷികളൊക്കെ ഉണ്ട്. അതിനെല്ലാം ഞങ്ങളെ കിട്ടുന്ന പോലെ കാണിച്ചു തരാം. ഗായ്സ്, നേരത്തെ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ട് നമുക്ക് കറങ്ങിയ ആ പാരക്കേറ്റ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. 2 ഉണ്ട്. അത് റോസിങ്ങയുടെ പാരക്കേറ്റാണ്. നമ്മുടെ നാട്ടുതത്ത അതാണ്. 2 ഉണ്ട് കേട്ടോ. അത് ഗായ്സ്, അപ്പം ഈ മേളിൽ കാണുന്ന ഈ പോസ്റ്റ് ഉണ്ട്. ഈ പോസ്റ്റ് എന്നാണ് ആ തത്തകളെ കിട്ടിയത്. പറന്നു പോയവന്മാർ. അപ്പോൾ നമുക്കൊരു പോണ്ട് ഹെറോണം കൂടെ കിട്ടിയിട്ടുണ്ട്. ഇന്ത്യൻ പോണ്ട് ഹെറോണം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് നമ്മുടെ ഊക്കടാങ്കുരുവികൾ കരയുന്നതും കേൾക്കാം. അവന്മാർ ഇവിടെ ഉണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന ഇവിടെ മേലോട്ട് ഒരു ഓല അവർ കൂട് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് നമുക്ക് കാണാൻ പറ്റും 2 കുരുവിക്കൂട്. 2 ഒത്തിരി ഉണ്ട്. പക്ഷെ അതൊക്കെ ലൈറ്റ് ഇല്ലാതെ കിടക്കുന്നത്. ഈ 2 മാത്രം നമുക്ക് കാണാം. ക്യാമറ ഇല്ല. പിന്നെ ഒരു ക്യാമറ ഇല്ല, എൻ്റെ ഫോണാണ്. അതുകൊണ്ട് തന്നെ ഇച്ചിരി പരിമിതിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് അവരുടെ കൂട്. നിങ്ങൾക്കിപ്പോൾ കാണാൻ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതൊരു കിളി ഇരിക്കുന്ന കാണാം. അത് തൂക്കണാങ്കുരുവിയാണ്. ഇച്ചിരി ഫോക്കസ് കുറവുണ്ട്. അതവിടെ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. അതൊരു തൂക്കണാങ്കുരുവി ഇരിപ്പുണ്ട്. 2 ഉണ്ട്. ഒരെണ്ണം വേറൊരു കൂട്ടി എന്താ പണി ചെയ്യുവാണ്. അത് ഇവിടെ കണ്ടുള്ളൊരു കൂടാണ്. അത് ഈ കൂട്ടിലാണ് അതുള്ളത്. അത് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ നമുക്കിവിടെ നമ്മുടെ ഗ്രേ ബ്രസ്റ്റഡ് പ്രിനിയെ കാണാം. താലിക്കുരുവി, അങ്ങനെ ചെറിയ കുരുവികളെല്ലാം കാണാം. പ്രിനികളെ എല്ലാം ഇവിടെ കാണാം. പിന്നെ നമ്മുടെ കോമൺ ടെയിലർ ബേർഡ് എല്ലാത്തിനും കാണാം. അപ്പോൾ തൂക്കണാങ്കുരുവി നമുക്ക് നേരെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഒത്തിരി എന്നാലും കാണാൻ വയ്യ. ലൈറ്റ് ഭയങ്കര ഇവിടെ കുറവാണ്. നല്ല കാർമേഘം മൂടി നിൽക്കും. അതാ ഇങ്ങനെ. ഇപ്പം അത് തെങ്ങേന്നാണ് കൊണ്ട് ഇരുന്നതേ ഉള്ളൂ. ലൈംഗമ്പീരോട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. തൂക്കണാങ്കുരുവി കൂട്ടമാണ്. ഇച്ചിരി അടുത്ത് പോയി കിട്ടുവാണെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം. എനിക്ക് ചെല്ലാൻ പറ്റത്തുള്ളൂ. ഇതിനപ്പുറം കണ്ടമാണ്. ഒരുമാതിരി കാണാമല്ലേ. അവരുടെ ഒരു മഞ്ഞ തൊപ്പിയാണ് അവരുടെ അടയാളം. മഞ്ഞ കളറിലൊരു തൊപ്പിയുണ്ട് അവർക്ക്. അതാണ് അവരുടെ അടയാളം എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് അവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി അത് വെച്ച് നമുക്ക് പറ്റും. പിന്നെ കഴിച്ച് ഞങ്ങളുടെ ഇവിടെ ഇത് ഈ ഒരു സീസണിൽ മാത്രമേ വരാറുള്ളൂ കൂട് വെക്കാനായിട്ട്. അത് കഴിഞ്ഞ് ഇവർ പോവും. ദേശാടന പക്ഷികളാണ് ഇവർ. ലൈംഗമ്പി ഇരിപ്പുണ്ട് കുറച്ച് പേര്. ഇപ്പോൾ കുറച്ച് പേര് പറന്നു പോയി.